ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബിഗിനേഴ്സിൻ്റെ സീരീസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ BB ക്രീം, ഫൗണ്ടേഷന്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ബിഗിനേഴ്സിന് എങ്ങനെ മേക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസ് നമുക്ക് സ്കിന്നിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷോ ഒന്നും ഇല്ലാതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനർ എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഞാൻ പ്രോഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു എമൗണ്ട് മോയ്സ്ചറൈസർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. പിന്നീട് ഞാനത് ഡോട്ടായിട്ടാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. കൈ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മുകളിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലോട്ട് വേണം ചെയ്ത് കൊടുക്കാനത്. കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സൺസ്ക്രീൻ ഞാൻ ഈ ഒരു 2 ഫിംഗറിൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ മുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഞാൻ ഇതുപോലെ മുകളിലേക്ക് മസാജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് BB ക്രീമാണ്. ഞാൻ നേരത്തെ 2 ടൈപ്പ് BB ക്രീം കാണിച്ചിട്ടുണ്ടായിരുന്നു. പോൺസിൻ്റെത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫെയർ ആൻഡ് ലവ്ലിയുടേതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് പോൺസാണ്. പണ്ട് മുതലേ യൂസ് ചെയ്തിട്ടുള്ളതും പോൺസിൻ്റെയാണ്. അപ്പം ഞാനതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. കുറച്ചൊരു എമൗണ്ട് ഞാൻ BB ക്രീം എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ BB ക്രീം അപ്ലൈ ചെയ്ത് കാണിക്കാം, ഒരു സൈഡിൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ BB ക്രീം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കൈകൊണ്ട് ഡാബ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ മുകളിലോട്ട് ഇത് തേച്ച് ഇങ്ങനെ ആക്കരുത്. ഡാബ് ചെയ്ത് വേണം ഇത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിൽ സെറ്റാക്കാനായിട്ട് കാണിച്ചു തരാം ഞാനതെങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ഈ BB ക്രീം
ഇട്ട സൈഡും ഇപ്പോഴത്തെ ഇടാത്ത സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ചെറിയൊരു വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് എന്താ പറയണ്ട ഒരു ഡാർക്ക്നെസ് പോലെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ സൈഡ് കുറച്ച് ഡള്ളായിട്ട് ഈ സൈഡ് കുറച്ച് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ സൈഡ് ഫൗണ്ടേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന മമ്മാർത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് കണ്ട് ഐവറി ഗ്ലോ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്. പിന്നെ ഞാനൊരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡാസ്ലറിൻ്റെത്. ഇത് ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും ചെയ്ത് വരാൻ, ചിലപ്പോൾ പുട്ടിയിട്ട പോലൊക്കെ ഒരു ഫീലിങ് വരാം. അതുകൊണ്ട് ഞാനിവിടെ സിറം ഫൗണ്ടേഷനാണ് കാണിക്കുന്നത്. സിറം ഫൗണ്ടേഷൻ ആകുമ്പം കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഫൗണ്ടേഷൻസ് ഒക്കെ മേടിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും തീർന്നു പോകണമെന്നില്ല. കാരണം നമ്മൾ കുറച്ച് എമൗണ്ട് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കും. ഈ ഒരു സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BB ക്രീമും ഫൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിത് BB ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഡാബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട സൈഡും BB ക്രീം ഇട്ട സൈഡും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു സൈഡിൽ നല്ലൊരു ബ്രൈറ്റ്നെസ്, നല്ല കവറേജ് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ സിറം ഫൗണ്ടേഷൻ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ മമ്മാർത്തിൻ്റെ ഈ ഗ്ലോ സിറം ഫൗണ്ടേഷൻ. BB ക്രീം വേണ്ടവർക്ക് നാച്ചുറൽ ഫിനിഷ് വേണം, എന്നാൽ അത്യാവശ്യം കവറേജും ഉണ്ട് എന്നുള്ള രീതിയിൽ ബിഗിനേഴ്സിന് ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫൗണ്ടേഷൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം. ബിഗിനർ എന്ന നിലയിൽ ഫൗണ്ടേഷൻ ഒരു മസ്റ്റ് ഹാവ് ആയിട്ട് ഒന്നുമല്ല, BB ക്രീം തന്നെ ധാരാളമാണ്. അപ്പം നമുക്ക് എന്താ പറയുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം, ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഇനി നമുക്ക് കാജൽ ചെയ്യുന്ന ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതൊക്കെ ഉണ്ട്, ലിപ്പിൻ്റെ ഉണ്ട്, എല്ലാം അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.